രാഹുൽ, ഇന്നലെ ഈ പ്രസ്താവന അടൂർ ഗോപാലകൃഷ്ണൻ ഭാഗത്തുനിന്ന് ആ വേദിയിൽ ഉണ്ടാകുമ്പോൾ തന്നെ ആ സമയം തന്നെ പ്രതിഷേധവും അവിടെ ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കമൽ അടക്കമുള്ളവർ വളരെ ശക്തമായ നിലയിൽ തന്നെ പ്രതിഷേധം അറിയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തെന്നോ ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. അദ്ദേഹം പറഞ്ഞ രീതി അത് വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ കമൽ സൂചിപ്പിക്കുന്ന പോലെ അതിൻ്റെ ഗൗരവം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകില്ല എന്നാണ് കമൽ തന്നെ പറയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ആരൊക്കെയാണ് ശക്തമായി അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ രംഗത്ത് വരുന്നത്? സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്? ദിബീഷ്, ഇന്നലെ തന്നെ മന്ത്രി സജി ചെറിയാൻ എണ്ണി കൃത്യമായി പേരെടുത്ത് പറഞ്ഞ് തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ മറുപടി നൽകിയിരുന്നു. കാരണം ആർക്ക് എന്ന് നോക്കിയല്ല ഗ്രാൻഡ് നൽകുന്നത്, വ്യക്തികളെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നോക്കിയല്ല ഗ്രാൻഡ് നൽകുന്നത്. നല്ല സിനിമയ്ക്ക് എത്ര പണം കൊടുത്താലും അത് നഷ്ടമാണെന്ന് താൻ കരുതുന്നില്ല എന്നുള്ള മറുപടി നൽകുന്നു. ഒപ്പം KSRBC ചെയർമാൻ, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ K മധുവും പറഞ്ഞത് ഇത് സർക്കാരിൻ്റെ നിലപാടല്ല, ധീരമായി ഈ നിലപാടുകളെ എതിർക്കുന്നു എന്നാണ് പറഞ്ഞത്. കാരണം കമൽ സൂചിപ്പിച്ചത് ആ ഒരു ആശ്ചര്യം തന്നെയാണ്. കാരണം ഈ പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ്, ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? സിനിമയെ സമഗ്രമായി എല്ലാവർക്കും എത്താൻ കഴിയുന്ന ഇടമാക്കി മാറ്റുക, തുല്യത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോൺക്ലേവ് സംഘടിപ്പിച്ച് സമാപനം വരെ കൊണ്ട് എത്തിക്കുമ്പോൾ ആ ആത്മവിശ്വാസത്തിലാണ് സംഘാടകരൊക്കെ ഉണ്ടായിരുന്നത്. സാംസ്കാരിക വകുപ്പും അതേ ആത്മവിശ്വാസത്തിലായിരുന്നു. അപ്പോഴാണ് ആ ആശയത്തെ മുഴുവൻ തകിടം മറിക്കുന്ന രീതിയിലേക്ക് ഒരു പ്രസ്താവനയുമായി അടൂർ ഗോപാലകൃഷ്ണൻ എത്തുന്നത്. നോക്കൂ, ഈ പരിശീലനം അത് പൊതുവായി നവാഗതർക്ക് അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് നൽകാം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അത് ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നീട് ഒരു പ്രസ്താവനയിൽ കൂട്ടിച്ചേർക്കുന്നത് ഇത്തരത്തിൽ ഗ്രാൻഡ് വാങ്ങിയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഗ്രാൻഡ് വാങ്ങി നിർമ്മിച്ച ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ നിലവാരമില്ലാത്തതാണെന്നോട് പറഞ്ഞു വെക്കുന്നുണ്ട്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതറിയില്ല. മന്ത്രി അതിനും മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു പൊതുവൽക്കരണം ഉണ്ടാകുന്നു, അത് അത്തരത്തിൽ ഗ്രാൻഡ് വാങ്ങുന്നവരുടെ സിനിമകൾ മോശമാണ് എന്ന തരത്തിൽ. എന്നാൽ അങ്ങനെ നന്നായി മുന്നോട്ട് പോയ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പോലും വലിയ സ്വീകാര്യത നേടി ഇന്ദുലക്ഷ്മിയുടെ ചിത്രങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു വസ്തുത മുന്നിലുള്ളപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരികയാണ്. ഒപ്പം ഇത്തരം പദ്ധതികളെ എങ്ങനെ അടൂർ ഗോപാലകൃഷ്ണൻ നോക്കി കാണുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പദ്ധതികൾ എന്തിനു വേണ്ടിയാണ്? അത് പൂർണ്ണമായി എല്ലാവർക്കും അവസരം നൽകുക എന്നുള്ള ആ അവസര നിഷേധം അത് അഴിമതിയിലേക്കുള്ള വഴിയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ഇത്തരം ഗ്രാൻഡുകൾ നൽകുന്നത് അഴിമതിയിലേക്കുള്ള വഴിയാകുന്നു എന്ന് പറയുമ്പോൾ അതിനെ രാഷ്ട്രീയമായി എതിർക്കുന്നു. ഒപ്പം ശരിയാണ്, അദ്ദേഹം ഇന്നലെ അത് പറയുന്നു മന്ത്രിക്ക് അറിയാവുന്ന കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അടൂർ ഗോപാലകൃഷ്ണൻ ആ പരാമർശം നടത്തിയത്. നമുക്കിപ്പം ശ്രീ മധുപാൽ അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മധുപാൽ, ഈ സിനിമ കോൺക്ലേവ് എന്നത് തന്നെ സിനിമാ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് അതിന് കൃത്യമായ ഒരു നയരൂപീകരണം ഉണ്ടാക്കുക, എല്ലാവർക്കും പങ്കുചേരാൻ പറ്റുന്ന ഒരു വളരെ സൗഹാർദ്ദപരമായ ജനാധിപത്യപരമായ ഒരു മേഖലയാക്കി ഇതിനെ മാറ്റുക എന്ന ഉദ്ദേശമായിരുന്നു. പക്ഷേ അതിൻ്റെ സമാപനം കുറിക്കുന്ന വേളയിലാണ് മലയാളത്തിനും രാജ്യത്തിനുമൊക്കെ അഭിമാനമായൊരു സംവിധായകനിൽ നിന്ന് ഇങ്ങനെയൊരു വാക്കുകൾ, അതാരും പ്രതീക്ഷിച്ചതല്ല. ഇനി അദ്ദേഹം എന്തുദ്ദേശിച്ചാൽ പോലും അദ്ദേഹം പറഞ്ഞ രീതി അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് എന്നാണ് ശക്തമായ വിമർശനം. അങ്ങ് അത് കേട്ടപ്പോൾ എന്താണ് അങ്ങേക്ക് തോന്നിയത്? തെറ്റായിപ്പോയി എന്ന് തന്നെ നിലപാടിലാണോ അങ്ങ്? കേരള ഗവൺമെൻറ് സിനിമ എന്ന മീഡിയത്തിന് വേണ്ടി ഇങ്ങനൊരു കോൺക്ലേവ് നടത്തുന്നത്, സിനിമ എന്ന ഒരു പ്രസ്ഥാനം സജീവമായിട്ട് എല്ലാ പ്രശ്നങ്ങളെയും ഫേസ് ചെയ്ത് അതിനകത്തുനിന്ന് മാറി ഏറ്റവും മനോഹരമായ രീതിയിൽ, ഏറ്റവും സമ്പുഷ്ടമായ രീതിയിൽ വളരെയധികം ലോകമെങ്ങും ശ്രദ്ധിക്കപ്പെടുന്ന മലയാള സിനിമയെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കോൺക്ലേവ് നടത്തിയത്. കോൺക്ലേവ് നടത്താനുള്ള കാരണമുണ്ടാകുന്നത് തന്നെ ഇന്നലെ മിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നൊരു റിപ്പോർട്ട് ഉണ്ടാകുന്നു. അതിൻ്റെ പുറത്തുള്ള ഇഷ്യൂസിൻ്റെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയും വാർത്തയാകുകയൊക്കെ ചെയ്യുന്നു. അതിനെല്ലാം മറികടക്കണമെങ്കിൽ, അതിനെല്ലാം ഇല്ലാതാക്കണമെങ്കിൽ, അത്തരം കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യണമെങ്കിൽ, അത്തരം കാര്യങ്ങൾക്ക് മുഴുവൻ കൃത്യമായ ഒരു ധാരണയുണ്ടാകണമെങ്കിൽ ഒരു ഫിലിം പോളിസി ആവശ്യമാണെന്നുള്ള തീരുമാനം ഉണ്ടാകുന്നു. ഷായ് സാറിൻ്റെ നേതൃത്വത്തിൽ ഞാനും ഉണ്ട് ആ ഫിലിം പോളിസിയുടെ കമ്മിറ്റിക്കകത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ കെ മധു സാറാണ് അതിൻ്റെ, പ്രേംകുമാർ, ഞാൻ, നിഖില വിമൽ, പത്മപ്രിയ തുടങ്ങി അങ്ങനെ ഒരു വലിയ ഒരു ടീം തന്നെ അതിനകത്ത് ടെക്നിക്കലിയും ഒക്കെ ആയിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഒരു കോൺക്ലേവ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെയാണ് സിനിമാ സംവിധായകർ, വിമൻ സിനിമാ സംവിധായകർ, അവർക്ക് കൊടുക്കുന്ന സാമ്പത്തിക KSFTC അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാകുന്നു. 2022 മുതൽ അത് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും പുതിയ ചലച്ചിത്ര സംവിധായികമാരെ മുന്നോട്ട് വരാനുള്ള, അതായത് ശരിക്കും ചില കാര്യങ്ങൾ എത്തിപ്പിടിക്കാൻ പറ്റിയിട്ടില്ലാത്ത ചില മേഖലകളിലുള്ള സ്ത്രീകളെ കൂടി ചലച്ചിത്ര പ്രവർത്തകരാക്കി മാറ്റാനുള്ള ഒരു ശ്രമം ഉണ്ടാവുക. അങ്ങനെ ഒരു കാര്യം ട്രെയിൻഡ്, ഒരർത്ഥത്തിൽ പറയാൻ ഞാനും അതിൻ്റെ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പം ആദ്യകാലങ്ങളിൽ
സ്ഥലങ്ങളിൽ വല്ല കഥ കേൾക്കുകയും കഥ കേട്ടതിന് ശേഷം അവരുടെ അടുത്ത് കൃത്യമായി ചോദിച്ച് ആ ഡയറക്ടേഴ്സുമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫണ്ട് പോലും കൊടുത്തില്ല. വെൽ ട്രെയിൻഡ് എന്നുള്ള രീതിയിൽ തന്നെ അവരെ സ്വയം കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് തന്നെയാണ് ഇത്തരം ഒരു അപ്രോച്ചിനൊക്കെ വരുന്നത്. അത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സാറിൻ്റെ കാര്യത്തിനകത്ത്. ഒരു കാര്യം ഉറപ്പുള്ളതാണ്, ഒരു പ്രശ്നം എന്താ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് അഡ്രസ്സ് ചെയ്യുമ്പോൾ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടൂർ സാർ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ചലച്ചിത്ര പ്രവർത്തകർ എങ്ങനെയാണ്, അതായത് വനിതാ സംവിധായകന്മാർക്ക് എങ്ങനെയാണ് ഈ ഫണ്ട് കൊടുക്കുന്നതെന്നും എങ്ങനെയാണ് ഈ വനിതാ സംവിധായകമാരാകാൻ വേണ്ടിയിട്ട് അവർക്ക് ഫണ്ട് അലോട്ട് ചെയ്യാനുള്ള ഈ ഒരു കാറ്റഗറിയിലേക്ക് അവർ വരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് KSFDC അതിനൊരു വളരെ ടെക്നിക്കൽ കമ്മിറ്റി വളരെ കൃത്യമായ ആളുകളുടെ വലിയ സ്വപ്നമാണ്. അതിനെ നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നമ്മുടേതായ ഗൃഹപാഠമൊക്കെ കൃത്യമായി അതിൽ നടത്തി ഏതൊക്കെ നിലയിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പഠിച്ചുറച്ച് തന്നെയായിരിക്കും ആളുകൾ എത്തുക. ഇനി പരിശീലനമൊക്കെ നൽകുന്നത് നല്ല കാര്യമാണ്, പക്ഷേ അതിനെ ഈ രീതിയിലല്ലായിരുന്നു അവതരിപ്പിക്കണം. അങ്ങൊന്ന് ദയവായി ഒന്ന് തുടരുക. ഇപ്പോൾ ശ്രീ ജോയ് മാത്യു കൂടി കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്, രാഹുലിനൊപ്പം. രാഹുൽ, ശ്രീ ജോയ് മാത്യുവിൻ്റെ പ്രതികരണം കൂടി ഈ വിഷയത്തിൽ. ദിവിഷ്, ജോയ് മാത്യു എന്നോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അടൂരിൻ്റെ വാക്കുകൾ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? അല്ല, അടൂർ പറഞ്ഞതിൽ കാര്യമുണ്ട്. നമ്മൾ ഇപ്പം കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് അഭിപ്രായം പറയുന്ന ഒരാളല്ല ഞാൻ. എനിക്കതിൽ ആവശ്യവുമില്ല. അടൂർ പറഞ്ഞത് എനിക്ക് തോന്നിയത് അതിലൊരു വാസ്തവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏതൊരു തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിലും അതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട്, അത് പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഈ സ്ത്രീകൾക്കും അതുപോലെ പട്ടികജാതി പട്ടികവർഗക്കാർക്കും മാറ്റിനിർത്തപ്പെട്ടവർക്കൊന്നും പൈസ കൊടുക്കണ്ട, സിനിമയെടുക്കാൻ സഹായങ്ങൾ നൽകണ്ട എന്നല്ല പറഞ്ഞത്. അതിനങ്ങനെ വക്രീകരിച്ച് കാണിക്കുന്ന ഒരു ലൈനാണ് ഈ നവമാധ്യമങ്ങളിലൊക്കെ, അതായത് പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയാസ്. വാക്കുകൾ വളച്ചൊടിക്കുക, തേജോവധം ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അടൂർ പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടത്. അടൂർ പറഞ്ഞത് ഈ പണം കൊടുക്കുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടേതല്ല. സ്വകാര്യ വ്യക്തികൾ സിനിമ എടുക്കാനൊരു സംവിധായകനെ സമീപിക്കുമ്പോൾ അവർക്ക് ട്രെയിനിങ് ഉണ്ടോ, അവർ മുൻകൂട്ടി പരിശീലനം ശ്രദ്ധിച്ചവരാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. അയാൾക്ക് ആ മുടക്കിയ പണം തിരിച്ചു കിട്ടുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പണമാവുമ്പോൾ അത് നികുതിദായകരുടെ പണമാണ്, ഖജനാവെന്നുള്ള പണമാണ്. ആ പണം ചെലവഴിക്കുമ്പോൾ അത് കൊടുക്കുന്ന അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന വ്യക്തി അത് ശരിയായ രീതിയിൽ വിനിയോഗം ചെയ്യുന്നുണ്ടോ എന്നറിയണം. അങ്ങനെ അറിയണമെങ്കിൽ ഇത് നമുക്ക് ഏതെങ്കിലും ശുപാർശയുടെ പുറത്ത് ആൾക്കാർക്ക് പണം കൊടുത്ത് സിനിമ എടുക്കുന്ന രീതി, ആ പ്രവണതയ്ക്കെതിരാണ് അദ്ദേഹം. പകരം ഒരു 3 മാസം പരിശീലനം കൊടുക്കണം. ചുരുങ്ങിയ പക്ഷം ഒരു പ്രോജക്റ്റ്, നമ്മൾ ഏത് പ്രോജക്റ്റാണെങ്കിലും, ഇപ്പോൾ കിർത്താഡ്സും അതുപോലെയുള്ള ഒരുപാട് സംഘടനകൾ, ഗവൺമെൻറ് സംഘടനകൾ തന്നെ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തന്നെ തൊഴിൽ പരിശീലനം നൽകുന്നുണ്ട്. സിനിമയെ എങ്ങനെ കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. സിനിമയ്ക്ക് പരിശീലനം ആവശ്യമാണ്. എന്താണ് ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വെക്കുന്നത്, ആ ആശയം സഫലീകരിക്കാൻ വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, ലൊക്കേഷൻ എന്തൊക്കെയാണ്, ചാർട്ട് എങ്ങനെയാണ്, ഇങ്ങനെ ഒരു സംവിധായകൻ ചെയ്യേണ്ട ഒരുപാട് ജോലികളുണ്ട്. ഇത് പലരും നിരന്തരമായി ഒരുപാട് കാലത്തെ വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ആർജിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നുമില്ലാതെ നേരിട്ട് വന്ന് ഒരു സിനിമയ്ക്ക് എനിക്ക് ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞ് വാങ്ങുന്നു. പല പടങ്ങളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ 1.5 കോടി കൊണ്ട് തന്നെ. പല പടങ്ങളും തിയേറ്ററിൽ പോയി കാണുവാൻ ആളില്ലാത്ത അവസ്ഥയാണ്. എത്ര പേർ ഇവരെടുത്ത സിനിമകൾ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ കുറച്ച് ആൾക്കാർ ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ. കേരള ഗവൺമെൻറ്റിൻ്റെ തിയേറ്ററിൽ തന്നെ ഫ്രീ ആയിട്ട് പ്രദർശിപ്പിച്ചാൽ പോലും അത് കാണാൻ വരാത്തതിൻ്റെ കാരണം പലപ്പോഴും അതിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള സമീപനം ഇല്ലാത്തത് തന്നെയാണ്. അപ്പോൾ അടൂർ പറഞ്ഞത് വളരെ കറക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് അദ്ദേഹം ഇവർക്ക് ഫണ്ട് കൊടുക്കണ്ടെന്നോ അല്ലെങ്കിൽ വനിതകൾക്കും മാറ്റി നിർത്തപ്പെട്ട ജനസമൂഹത്തിനും സിനിമയെടുക്കാൻ അവസരം കൊടുക്കേണ്ട ഒന്നുമല്ല പറഞ്ഞത്. ഈ 2 കൂട്ടർക്കും മതിയോ പരിശീലനം? എല്ലാവർക്കും പരിശീലനം വേണം. അതായത് പറഞ്ഞത്, സ്വകാര്യ വ്യക്തികൾ സിനിമ എടുക്കുമ്പോൾ അവർ നോക്കും, ആ ഡയറക്ടറുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കും. അയാൾ മുമ്പ് പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, അയാൾ ഷോർട്ട് ഫിലിമെങ്കിലും എടുത്തിട്ടുണ്ടോ, അയാൾ സഹസംവിധായകനായിട്ട് പരിശീലനം ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കും. ഇത് ഗവൺമെൻറ്റിന് ഇത് ആവശ്യമില്ലല്ലോ. ഗവൺമെൻറ്റിന് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഒരാളിൽ ഒരു സ്ക്രിപ്റ്റായിട്ട് വരുന്നു, ഞാനിതിന് അർഹതപ്പെട്ട ആളാണ്, എനിക്ക് സിനിമ എടുക്കാൻ അറിയാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു കോഴ്സ് ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. അതായത് അടൂരിന് പൂർണ്ണ പിന്തുണയാണ് താങ്കൾ നൽകുന്നത്? പിന്നെ അടൂരിന് പൂർണ്ണ പിന്തുണയാണ് ഇക്കാര്യത്തിൽ നൽകേണ്ടത്. കാരണം ഒന്നാമത് അടൂരിനെ പോലത്തെ ഒരു വ്യക്തിയൊന്നും അങ്ങനെ ഒറ്റയടിക്ക് തള്ളിപ്പറയുക, ജാതിയുടെ പേരിൽ തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. കാരണം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വലുതാണ്. മലയാള സിനിമയ്ക്ക്
ഒരു ലോക നിലവാരത്തിൽ ശ്രദ്ധ കൊണ്ടുവന്നൊരു മനുഷ്യനാണത്. കോൺട്രിബ്യൂഷൻസ് ആണ്, സ്ഥാനം അത്ര തന്നെയാണ് നൽകുന്നത്. പക്ഷേ ഈ പറയുന്ന വാക്കുകൾ ആ സ്ഥാനത്തിന് ചേരുന്നത് തന്നെയാണോ? ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ ആ സ്ഥാനത്തിന് ചേരുന്നത് തന്നെയാണ്. ഇനി അദ്ദേഹം പറയാത്ത വാക്കുകൾ അദ്ദേഹത്തിന് വായ തിരുകിയിട്ടാണ് കൊണ്ട് അത് ശരിയാണോ ഇത് ശരിയാണോ എന്ന് ചോദിക്കരുത്. അദ്ദേഹം ഇപ്പോൾ ഇന്നലെ ഈ കോൺക്ലേവ് തന്നെ വെറുതെ ഒരു അഭ്യാസം മാത്രമാണ്, പണച്ചെലവുള്ള ദൂർത്തടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി മാത്രമാണ്. ശ്രീകുമാരൻ തമ്പി പറഞ്ഞല്ലോ കൃത്യമായിട്ട്, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂത്തിവെച്ച ആൾക്കാർ അതിൽ കണ്ണുപൊടിയിടാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടി അത്. അപ്പോൾ അത് നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ അടൂരിൻ്റെ വായയിൽ തിരികെ വെക്കരുത്. അടൂർ പറഞ്ഞ കാര്യം ഇതാണ്, അതായത് പരിശീലനം വേണം. ശരി ശരി ശ്രീ ജോയ് മാത്യു അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, അത്തരത്തിലുള്ള പരിശീലനങ്ങൾ ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളെ വക്രീകരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ വിമർശനം ഉയർത്തുന്നവർ ചെയ്യുന്നതാണ്. നമുക്ക് മധുപാൽ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാം. അതിനു മുൻപ് എന്താണ് ഇപ്പോൾ അദ്ദേഹം പരാമർശിക്കാൻ ഇടയായ ആ പദ്ധതി എന്താണ് എന്ന് നോക്കാം. എങ്ങനെയാണ് സഹായം അല്ലെങ്കിൽ സിനിമ എടുക്കാനുള്ള ഒരു സഹായം സർക്കാർ നൽകുന്നത്? ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പദ്ധതിയാണ് SC/ST വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് സിനിമ അല്ലെങ്കിൽ സംവിധായകരാകാനുള്ള ഒരു അവസരം നൽകുക എന്ന്. എല്ലാവരെയും ഒരു ഇൻക്ലൂസീവ്നെസിന്റെ ഭാഗമായി എല്ലാവരെയും ഈ മേഖലയിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലയിൽ ഒരു പദ്ധതിയാണ്. വനിതകളായ സംവിധായകർക്കും ഈ പദ്ധതിയിലൂടെ അവസരമുണ്ട്. അപേക്ഷകരിൽ നിന്ന് തിരഞ്ഞെടുക്കുക, പ്രത്യേക ജൂറിയാണ്, അതായത് കഥ സമർപ്പിക്കുന്നു, അത് കൃത്യമായി വിലയിരുത്തിയ ശേഷം അതിലെ ഏറ്റവും അർഹമായ കഥയ്ക്ക് അല്ലെങ്കിൽ സിനിമ സംവിധായകർക്ക് അതിനുള്ള അവസരം നൽകുക എന്നതാണ്. സിനിമ നിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായമാണ് 1.5 കോടിയോളം രൂപ. സർക്കാർ തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്യാനുള്ള അവസരം, ഇതൊക്കെയാണ് ഈ പദ്ധതിയുണ്ട്. അതായത് സിനിമ എടുക്കുക, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു സഹായം തന്നെ സർക്കാരിൻ്റെ തിയേറ്ററുകൾ വഴി കിട്ടുക. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഈ സിനിമ പൂർത്തിയാക്കണമെന്ന നിബന്ധനയും ഈ കാര്യത്തിലുണ്ട്. ഒപ്പം ചിത്രാഞ്ജലിയുടെ എഡിറ്റിംഗ് അടക്കമുള്ള മറ്റ് സാങ്കേതിക സഹായങ്ങൾ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി അവർക്ക് ലഭിക്കുകയും ചെയ്യും. ശ്രീ മധുപാൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീ മധുപാൽ, ഇപ്പോൾ ശ്രീ ജോയ് മാത്യുവിൻ്റെ പ്രതികരണം അങ്ങ് കേട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം പൂർണ്ണമായും അടൂർ ഗോപാലകൃഷ്ണൻ്റെ വാക്കുകളോട് ചേർന്ന് നിൽക്കുകയാണ്. ആ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, അതായത് പരിശീലനം ആവശ്യമാണ്. ഇപ്പോൾ ഈ ഗ്രാൻഡ് നൽകുന്നത് SC/ST വിഭാഗത്തിനും അല്ലെങ്കിൽ വനിതകൾക്കുമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഈ ഗ്രാൻഡ് നൽകുന്നവർ എന്ന നിലയിൽ പറഞ്ഞത് എന്ന ഒരു അഭിപ്രായവും ഉയരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ച് തന്നെയാണ്. ഒപ്പം ഒരു കാര്യം പറയാം, ഇപ്പോൾ സിനിമ പ്രദർശിപ്പിക്കാനുള്ള അവസരം കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ ഇതിലൂടെ തന്നെ സിനിമ എടുത്തവർ പലരും ഞങ്ങൾക്ക് തിയേറ്ററുകൾ കിട്ടില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ പദ്ധതി പൂർണ്ണതോതിൽ അത് വിജയത്തിലേക്ക് എത്തുന്നുണ്ടോ എന്ന സംശയമാണ്. പ്രശ്നങ്ങളുടെയും പരിഹരിക്കണം. അപ്പോൾ അദ്ദേഹം പൂർണ്ണമായും അടൂരിനോട് ചേർന്ന് നിൽക്കുകയാണ്. ശ്രീ ജോയ് മാത്യു, ഞാൻ അടൂർ സാറിനോട് എതിർക്കിടാനോ അല്ലെങ്കിൽ അത്തരം രീതിയിൽ പറയാനോ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. കാരണം ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എന്നുള്ളത് മാത്രമാണ്. കാരണം നമ്മൾ ഈ SC/ST വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ വനിതാ സംവിധായകരുടെയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായിട്ട് അവരുടെ കഥകൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതൊരു ജൂറിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവരുമായിട്ട് വളരെ വ്യക്തമായിട്ട് സിനിമ മേഖലയിൽ തന്നെയുള്ള ആളുകളുമായിട്ടൊരു അഭിമുഖം നടക്കുന്നുണ്ട്. എന്നിട്ടും അവരുടെ കാലിബർ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ. അതിന് കൃത്യമായിട്ട് നമ്മളൊരു പ്രോജക്റ്റ് കോർഡിനേറ്റർ, പ്രോജക്റ്റ് ഡിസൈനർ എന്ന് പറയുന്നത് മെയിൻ സിനിമയിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്. ടെക്നിക്കലി വളരെ ഇതായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെയെല്ലാം ചേർത്തുകൊണ്ട് സംവിധായിക മാത്രമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ മാത്രമാണ്, ചിലപ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ പല തരത്തിൽ പല മേഖലകളിൽ നിന്ന് വന്നിട്ടുള്ളവർ നമുക്ക് പ്രൊപ്പോസൽ തന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇതിൻ്റെ ആരംഭകാലങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ആ കൂട്ടത്തിൽ നിന്ന് ആലോചിച്ചാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിക്ടോറിയ എന്ന് പറഞ്ഞൊരു സിനിമ ആ രീതിയിൽ അംഗീകരിക്കപ്പെട്ട ഒരു സിനിമയുണ്ട്. അത് പിന്നെ 34B മുതൽ 36 ശ്രുതി ശരണത്തിൻ്റെ സിനിമ ആ രീതിയിൽ ഉണ്ടായിരുന്നു. അരികം എന്ന് പറയുന്ന ഒരു സിനിമ ആ രീതിയിൽ അംഗീകരിക്കണം. അങ്ങനെ സിനിമകൾ അംഗീകരിക്കപ്പെടാതെ പോകുന്നില്ല. നിഷിദ്ധോ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടായിരുന്നു. ഇതെല്ലാം ഈ കാറ്റഗറിയിൽ തന്നെ വന്നിട്ട് അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള സിനിമകൾ തന്നെയാണ്. നമ്മളൊരു സിനിമ ഉണ്ടാക്കുന്നത് ഫുൾ ടൈം ഇതിനകത്തേക്ക് ഭയങ്കര സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്കല്ല, അത് നല്ല സിനിമകൾ ഉണ്ടാക്കുക എന്ന കൺസെപ്റ്റായിരുന്നു ഈ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഇത് ചെയ്യുമ്പോൾ ഉണ്ടായത്. അത്തരം നല്ല 8 പടങ്ങളിലുള്ളൊരു 4 പടങ്ങളോളം സ്വാഭാവികമായിട്ടും വളരെ വ്യക്തമായ തോതിൽ വലിയ തോതിൽ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള സിനിമകൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. എല്ലാ സിനിമകളും ചിലപ്പോൾ കിട്ടണമെന്നില്ല. ചിലപ്പോൾ ആ കഥ ചെയ്യുമ്പോൾ പറയുമ്പോൾ ഉണ്ടായിരുന്നതും മാറ്റങ്ങളും ഇത് നമ്മൾ നിലവിൽ കണ്ടുവരുന്ന പല സിനിമകളുടെയും രീതികളും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പുള്ളത്, ഈ പറയുന്ന ടെക്നിക്കലി അറിവുള്ള ആൾക്കാരെ തന്നെയാണ്, അല്ലെങ്കിൽ അവർക്ക് അറിവുണ്ടാ എന്ന് നമ്മൾ ബോധ്യപ്പെട്ടതിൻ്റെ പുറത്ത് തന്നെയാണ് നമുക്ക് സിനിമ കൊടുക്കുന്നത്. ഓഫ് കോഴ്സ് ഇവർക്ക് വേണമെങ്കിൽ കൂടുതൽ ട്രെയിൻ, ഇപ്പം KSFDCയുടെ ഭാഗമായിട്ട് തന്നെ നടക്കുന്ന ചില ക്യാമ്പുകൾ ഉണ്ടാകുന്നുണ്ട്. ചലച്ചിത്ര അക്കാദമി വനിതാ ക്രിയേറ്റീവ് ആൾക്കാർക്കായിട്ടുള്ള ടെക്നിക്കലി ഒരു വലിയ തോതിൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം ചെയ്തതിന് ശേഷം സ്ത്രീകൾക്ക് ആ സിനിമാ മേഖലകളിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള
സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, ഇതെല്ലാം ചെയ്തു പോകുന്നു. ഇതെല്ലാം ഇപ്പോൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ശ്രുതി ശരണ്യം അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ അവർ അതിൽ പറയുന്നത്, സാർ ഞങ്ങൾക്കാർക്കും സിനിമ ചെയ്യാൻ അങ്ങ് വെറുതെ സർക്കാർ 1.5 കോടി തന്നതല്ല. ഏകദേശം 1 വർഷത്തോളം നീണ്ടുനിന്ന 4ഓളം റൗണ്ടുകളുണ്ടായ മത്സരത്തിലൂടെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. അവരുടെ പ്രോസസ്സും അവർ അറിഞ്ഞിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതെ, അപ്പൊ അത്രയും കൃത്യമായ നിലയിലുള്ള വിലയിരുത്തൽ ആ പ്രോസസ്സിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ അവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവർ ആ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ ഡിലേസ് ഉണ്ടാവും, ചിലപ്പോൾ ഇഷ്യൂസ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവും, ഇല്ല എന്നൊന്നും പറയുന്നില്ല. കാരണം അതുണ്ടായിട്ടുണ്ടാവും. കാരണം സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചിലപ്പോൾ ചില ആൾക്കാരുടെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങളോട് എന്തിനാ സംസാരിക്കുന്നത്, ഇത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടല്ലേ എന്നൊക്കെ പറയുന്ന തരത്തിലേക്കൊക്കെ ആലോചിച്ചിട്ടുണ്ടാവാം. അപ്പോൾ പക്ഷേ ഒരു കാര്യം ഉറപ്പുള്ളത്, അടൂർ സാർ പറഞ്ഞ വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ടെന്ന് വെച്ചാൽ ഈ ഫണ്ട് നമ്മൾ കൊടുക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ മണിയാണ്. ആ ഗവൺമെൻറ്റിൻ്റെ ഈ പൈസ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൈസ കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ബോധം ഇതിൻ്റെ ഫിലിം മേക്കേഴ്സിന് തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷകൾ. ഞാനത് കണ്ടുകൊണ്ട് പോകുന്നതും അങ്ങനെ ചെയ്തു പോകുന്ന ഫിലിം മേക്കേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ വിക്ടോറിയ പോലുള്ള സിനിമകൾ, അരിക് പോലുള്ള സിനിമകളിലൊക്കെ ഇവർ പക്ഷേ ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾക്ക് ചില ആക്സസിബിലിറ്റി ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഒന്നാമത് ഈ ഒരു പ്രോജക്റ്റ് വളരെ റീസെൻ്റായിട്ട് 3-4 വർഷമായിട്ട് തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഫുൾ ഫ്ലഡ്ജിലേക്ക് വരണമെങ്കിലും ഒക്കെ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ശ്രീ മധുപാൽ അങ്ങ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളുടെ ഒരർത്ഥത്തിൽ അതിൻ്റെ കാര്യങ്ങളോട് യോജിക്കുന്നു. അത് പ്രത്യേകം അദ്ദേഹം സ്പെസിഫൈ ചെയ്ത് പറയുന്നതിന് പകരം സർക്കാരിൻ്റെ പണം നൽകുന്ന അല്ലെങ്കിൽ ഗ്രാൻഡായി നൽകുന്ന ഇത്തരം പദ്ധതികൾക്ക് അതിന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വേണ്ട വിധത്തിലുള്ള പുതിയ കാലം നമുക്കറിയാലോ, സാങ്കേതിക വിദ്യകൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിലൊക്കെയുള്ള ഒരു പരിശീലനം നൽകുന്നത് ഉചിതമായിരിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ വിവാദത്തിൽ നിന്ന് അല്ലെങ്കിൽ വിവാദത്തിൽ പെടില്ലായിരുന്നു. ഇത് കൃത്യമായി SC/ST വിഭാഗമെന്നും സ്ത്രീകളെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞതാണ് ഈ പ്രശ്നമായതെന്നാണ്. അല്ല, ഇതിനകത്ത് അങ്ങനെ നമ്മൾ ഇപ്പം എന്തായാലും സാറ് പറഞ്ഞത് SC/ST വിഭാഗം അല്ലെങ്കിൽ സ്ത്രീകൾ എന്നുള്ളത് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് കൊടുക്കുന്ന ഫണ്ടിനെ കുറിച്ചാണല്ലോ സാറ് ഇങ്ങനൊരു വ്യാഖ്യാനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വകുപ്പിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ എന്ന് തന്നെ സാറിന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് അതല്ല. കാരണം ആ ആളുകളും നമ്മളൊരു എന്നെ സംബന്ധിച്ച് ഞാനൊരു ജാതിയുടെ രീതിയിലൊന്നും അല്ല ഞാൻ അതിനെ കാണുന്നത്, അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലോ അങ്ങനെയായിട്ടൊന്നുമല്ല കാണുന്നത്. മനുഷ്യരവർ കൃത്യമായിട്ട് ടെക്നിക്കലി അറിയാൻ ആഗ്രഹിക്കുന്ന സിനിമ എന്നൊരു മേഖലയിലേക്ക് വരുമ്പോൾ താഴേക്കിടയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അരികുവൽക്കരിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം മെയിൻ സ്ട്രീം അവസ്ഥയിലേക്കൊന്നും എത്താൻ പറ്റാൻ സാധ്യതയില്ലാത്തവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ഗവൺമെൻറ് ചെയ്തെടുത്തിട്ടുള്ള ഏറ്റവും പ്രോമിസിംഗ് ആയിട്ട് പ്രോഗ്രസീവ് ആയിട്ടൊരു മൂവ്മെൻറ്റ് തന്നെയാണിത്. അത് നമ്മൾ അതിനെ ഇങ്ങനെ തള്ളി പറയുന്നത് ശരിയല്ല. പിന്നെ മാത്രമല്ല 50 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ചെയ്യൂ, 25 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ചെയ്യൂ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇന്നത്തെ കാലത്ത് നമ്മളറിയട്ടെ. 2015 പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില 54 രൂപയുണ്ടായിരുന്നത് ഇന്നത് 94 രൂപ എടുക്കുക. 40 രൂപ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങളുടെയും വിലകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ചിലപ്പോൾ ഈ പറഞ്ഞത് കൃത്യമായിട്ട് ചെയ്തു പോകാൻ ഈ ഫണ്ടൊന്നും മതിയാവണമെന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അല്ല, അതിൽ അനുഭവസ്ഥൻ പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പോൾ ഈ ഫണ്ട് എന്ന് പറയുമ്പോൾ അത് ചിത്രാഞ്ജലിയുടെ സാങ്കേതിക സഹായമാണ്. ആ ഫണ്ടിൽ ഒരു വിഭാഗം അത് പലതും ഓഫീസ് ജോലി പോലെ കൃത്യമായി രാവിലെ വന്ന് വൈകുന്നേരം ഒപ്പിട്ട് തിരിച്ചു പോകുന്ന ആളുകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 ദിവസം തീരേണ്ട ഷൂട്ടോ അല്ലെങ്കിൽ മറ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളോ ദിവസങ്ങൾ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതുകൂടി പരിഹരിക്കാൻ ആവശ്യമായി ഇത് വിവാദമാണെങ്കിൽ പോലും ഈ പദ്ധതിയെ കുറച്ചുകൂടി കുറച്ച് സുതാര്യമാക്കി കൊണ്ടുപോകാൻ സഹായിക്കുമെന്ന് കരുതുന്നു. അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇടപെടേണ്ടതുണ്ട്. അത് ഗവൺമെന്റ് ഇടപെടുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ആദരണീയനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ സാർ പറഞ്ഞതും അത് തന്നെയാണ്. പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു 3-4 വർഷമായിട്ടുള്ള ഒരു സാധനം തുടങ്ങിയിട്ട്, ഇത്തരം ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ടില്ല. അപ്പം അത് ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും അപ്പം നമുക്ക് ഈ സിനിമ എന്നൊരു മീഡിയം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പല ഇഷ്യൂസും നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത്. അത് ചെയ്തു തുടങ്ങണം, അല്ലാതെ ഓഫീസ് ഡ്യൂട്ടി പോലെയുള്ളൊരു കാര്യമല്ല ഇത്. അപ്പം ചെയ്തു തുടങ്ങുമ്പോഴാണ് പല കാര്യങ്ങൾക്കും ചില ഇഷ്യൂസ് കയറി വരുന്നുണ്ടാവാം, അതിനെ മറികടക്കണം. അപ്പോൾ അതിനുള്ള സമയം എന്തായാലും ഉണ്ടാവും. ഇതൊരു വളരെ പ്രോഗ്രസീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നിൽക്കുന്നത്. ഇത് നിലനിർത്തുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുന്നുണ്ട്. കാരണം അത്തരം ആളുകളെ കൂടി മുന്നോട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യത്തിന് വേണ്ടി ഏതെങ്കിലും കാലം പറഞ്ഞുകൊണ്ട് അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ വളരെ പ്രോത്സാഹനജനകമായി അല്ലെങ്കിൽ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു പദ്ധതിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സിനിമാ മേഖലയിലേക്ക് പലപ്പോഴും അവസരങ്ങൾ കിട്ടാതെ പോകുന്ന ആളുകളെ കൃത്യമായി അതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി സർക്കാർ എടുത്ത ഒരു വലിയ ഇനീഷ്യേറ്റീവാണ്, അതിലൊരു തർക്കവുമില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശങ്ങളിലാണ് വിരുദ്ധ അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നത്. പക്ഷേ ജോയ് മാത്യുവിനെ പോലുള്ളവർ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അത്തരം പരിശീലനങ്ങൾ ആവശ്യമാണ് എന്ന നിലപാടുമെടുക്കുന്നുണ്ട്. രണ്ട് പക്ഷവും സജീവമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇങ്ങനൊരു വിവാദമുണ്ടായി, ആ പദ്ധതി കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന
എന്ന നിലയിൽ വരട്ടെ. അത് സിനിമയുടെ സാങ്കേതികമായും കലാപരമായിട്ടുമൊക്കെ അവർക്ക് കൂടുതൽ തിളങ്ങാൻ കഴിയുന്നൊരു വേദി ഒരുക്കാൻ ഈ പദ്ധതിക്ക് കഴിയട്ടെ. അത് കൂടുതൽ കലാകാരന്മാർക്ക് അവസരമുണ്ടാകട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ വിവാദമായതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികരണങ്ങളൊക്കെ ഒരുപക്ഷെ വന്നേക്കാം. പരിശീലനമില്ലാതെ സർഗശേഷി മാത്രം കൈമുതലാക്കി അനേകം മനുഷ്യർക്ക് ഇവിടെ സിനിമ ചെയ്യാമെങ്കിൽ അതേപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും വനിതകൾക്കും സിനിമ ചെയ്യാമെന്ന് സംവിധായകൻ ഡോക്ടർ ബിജു. അവർക്ക് മാത്രം തീവ്ര പരിശീലനം നൽകണമെന്ന് തോന്നുന്നത് പ്രത്യേക കണ്ണാടിയിലൂടെ നോക്കുന്നത് കൊണ്ടാണ് എന്നും ഡോക്ടർ ബിജു ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. ഡോക്ടർ ബിജു ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ ബിജു, വളരെ രൂക്ഷമായ വിമർശനമാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇന്നലത്തെ പ്രസ്താവനയ്ക്കെതിരെ ഉയരുന്നത്. ഇപ്പോൾ ശ്രീ മധുപാൽ സംസാരിച്ചു, ശ്രീ ജോയ് മാത്യു സംസാരിച്ചു. ജോയ് മാത്യു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട്, അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായും യോജിക്കുന്ന നിലപാടാണ് എടുത്തത്. സർക്കാരിൻ്റെ പണമാണ്, അത് നൽകുന്ന ആളുകൾക്ക് കൃത്യമായി പരിശീലനം നൽകണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് തെറ്റാകുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മധുപാൽ പറഞ്ഞു, പക്ഷേ പറഞ്ഞത് സർക്കാരിൻ്റെ ഒരു വലിയ ഇനീഷ്യേറ്റീവാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷേ അടൂർ ഗോപാലകൃഷ്ണൻ അതിനെ സമീപിച്ച നിലയിലുള്ള വിമർശനം ശ്രീ മധുപാലും ഉന്നയിക്കുന്നുണ്ട്. അങ്ങും വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഇത്രയും വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയൊരു പരാമർശം ഉണ്ടായി? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ എത്രയോ വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ സജീവമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം NFDC-യുമായി ബന്ധപ്പെട്ടിട്ട് വളരെ സജീവമായി പ്രവർത്തിച്ചിരിക്കുന്ന അതിന്റെ ഉന്നത തലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കഴിഞ്ഞ 14 വർഷങ്ങളായിട്ട് സിനിമ നിർമ്മിക്കാൻ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അത് പൊതുജന ഫണ്ടാണ്, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണ്. അപ്പൊ 14 വർഷങ്ങളായിട്ട് 100 കണക്കിന് സിനിമകൾ അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ പൊതുജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ സിനിമകൾ നിർമ്മിക്കുമ്പോൾ അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് ഒരു ട്രെയിനിങ് ആവശ്യമുണ്ടെന്ന് ഇപ്രകാരമായി അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അത് നമ്മൾ ചോദിക്കേണ്ട കാര്യമാണല്ലോ. അതും ജനങ്ങളുടെ രീതിയിൽ പണം ഉപയോഗിച്ച് തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അത് പൊതുവിഭാഗത്തിനാണ്. എത്രയോ ആളുകൾ മലയാളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ പ്രശസ്തരായ മനുഷ്യന്മാർ ഉൾപ്പെടെയുള്ളവരെ ഇത് ചെയ്തിട്ടുണ്ട് ആ സ്കീം ഉപയോഗിച്ചിട്ട്. അപ്പൊ അവിടെയൊന്നും ഈ ചോദ്യം ഉന്നയിക്കാതിരിക്കുകയും അവർക്ക് ട്രെയിനിങ് ആവശ്യമുണ്ടെന്ന് തോന്നാതിരിക്കുകയും കേരളത്തിലെ ഗവൺമെന്റ് വളരെ ഇനിഷ്യേറ്റീവായിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ ഒരു 5-6 വർഷമായി ഇത് നടത്തുമ്പോൾ ഇവിടെയുള്ള വനിതകൾക്കും പട്ടികവർഗത്തിൽപ്പെട്ടവർക്കും ഉള്ള സിനിമകൾ നിർമ്മിക്കാനായി ഫണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് പക്ഷേ ട്രെയിനിങ് ആവശ്യമുണ്ട്. അതെന്ത് തരം കണ്ണാടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അത് മാത്രമല്ല, ശ്രീ ഡോക്ടർ ബിജു, ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ സത്യത്തിൽ ഈ പദ്ധതിയെ എങ്ങനെ കൂടുതൽ ജനകീയമാക്കാൻ, കൂടുതൽ ആളുകൾക്ക് അവസരം കൊടുക്കാവുന്ന നിലയിൽ ഇതിനെ പരിവർത്തനപ്പെടുത്താം എന്ന നിലയിലായിരുന്നു പ്രതികരിക്കേണ്ടിയിരുന്നത്. അല്ല, അത് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ രീതിയിൽ ഈ സ്കീമിൽ ഇറങ്ങിയ സിനിമകൾ മോശമായിരുന്നു, അല്ലെങ്കിൽ ആ സിനിമകൾ വളരെ അബദ്ധമായിരുന്നു എങ്കിൽ ഈ പറയുന്ന വിമർശനത്തിൽ കഴമ്പുണ്ട്. ഇവിടെ ഇറങ്ങിയ ഈ സിനിമകളൊക്കെയും മാത്രമല്ല, ഈ സിനിമകൾ വെറുതെ അങ്ങ് പൈസ കൊടുക്കാമല്ലോ, ഇതൊരു പ്രോസസ്സിലൂടെയല്ലേ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഈ മലയാളത്തിലെ ഫിലിം മേക്കേഴ്സ് ഇരുന്ന് അവരുടെ ഒരു ജൂറിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ജൂറി സ്ക്രിപ്റ്റ് വായിച്ച് അവരെ പേഴ്സണൽ ഇന്റർവ്യൂ നടത്തി. ഇതിന്റെ ആദ്യത്തെ കമ്മിറ്റിയിലെ ജൂറി അംഗം ഞാനായിരുന്നു. ഞാനും ജോൺ പോൾ സാറും ഒക്കെ ഉൾപ്പെട്ട ഒരു ജൂറി ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ അപേക്ഷ വിളിച്ച് ആ അപേക്ഷയിൽ നിന്നും ഉള്ള ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് അവരുടെ സ്ക്രിപ്റ്റ് പൂർണ്ണമായ സ്ക്രിപ്റ്റ് വായിച്ച് അവരെ ഇന്റർവ്യൂ ചെയ്ത് അവരുമായിട്ട് 2 റൗണ്ട് ഇന്റർവ്യൂകൾ നടത്തിയിട്ട് ഇവർക്ക് സിനിമ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുവരുത്തുന്ന അത്തരം സ്ക്രിപ്റ്റ് കൂടി പരിശോധിച്ച് അത്തരം ഉറപ്പുള്ള ആളുകൾക്കാണ് ഈ ഇത് കൊടുക്കുന്നത്. പിന്നീട് അവർക്ക് എന്താണ് ട്രെയിനിങ്. മാത്രമല്ല, ഈ സ്കീമിൽ പുറത്തിറങ്ങിയ സിനിമകൾ നോക്കൂ, കഴിഞ്ഞ 3-5 വർഷമായിട്ട് അവയൊക്കെയും ഗംഭീരമായി പല ചലച്ചിത്രമേളകളിൽ പോയി. ഏറ്റവും ഈ സിനിമ ഈ വർഷം ഷാങ്ഹായ് ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം വരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ പുറത്തിറങ്ങിയപ്പോൾ ഇപ്പൊ ഇതിനൊരു വിചിന്തനം വേണമെന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? ഈ സിനിമകളൊക്കെ മോശമായിരുന്നെങ്കിൽ നമുക്കത് പറയാം. ഇത് ഈ എടുത്ത ആളുകളെ പോലും അവമാനിക്കുന്നതിന് തുല്യമല്ലേ? അവർക്ക് നേടിയ അംഗീകാരങ്ങളെ പോലും റദ്ദാക്കുന്നതിന് തുല്യമല്ലേ ഈ പറയുന്നത്? ശരിയാണ്, അത് അങ്ങ് പറഞ്ഞ കൃത്യമായ കാര്യമാണ്. നമുക്കറിയാം, നേരത്തെ ശ്രുതി, ശരണ്യം അടക്കമുള്ളവർ എടുത്ത സിനിമകൾ ഏതൊക്കെ നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടു, ഏതൊക്കെ മേളകളിൽ ആ സിനിമ എത്തിയെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ പ്രതിഭയുള്ള ആളുകൾ നല്ല സിനിമകൾ എടുത്തതിനെ പോലും റദ്ദാക്കുന്ന നിലയിലായി പോയി അടൂർ ഗോപാലകൃഷ്ണ പ്രസ്താവന എന്നുകൂടിയാണ് ഡോക്ടർ ബിജു സൂചിപ്പിച്ചത്. വളരെ നന്ദി ശ്രീ ഡോക്ടർ ബിജു പ്രതികരിച്ചതിന്. ഇപ്പോൾ